ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നമ്മുടെ രസഗുള്ള സെർവറിൽ പാർട്ട് 2 ഗൈസ് നമ്മൾ വീഡിയോ ഇട്ടിട്ടോ. വീഡിയോ കാണിച്ചു തരാം. അയ്യോ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്. ചെറിയ വീടാ, കുഴപ്പമില്ല. ഉള്ള റിസോഴ്സ് വെച്ച് ഞങ്ങൾ ഉള്ള പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ നമ്മളിവിടെ കുറച്ച് ഷെൽഫ്, അമ്മേ ഇത് ഇവിടെ ഒരു ഷെൽഫ്, ഇതാ ഇവിടെ ആർമറ്, ജസ്റ്റ് ഒരു ബെഡ്, ജസ്റ്റ് ഒരു കാര്യമൊന്നുമില്ല. ഇനി അടിയിലൊരു സംഭവമുണ്ട്. അടിയിൽ നമ്മുടെ സ്റ്റോർ റൂം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സംഭവം വലിയൊരു ബേസ് പണിയാനാണ് ഇത്. പക്ഷേ ഫസ്റ്റ് നെതറിൽ പോകാൻ ആദ്യം ബേസ് ഉണ്ടാക്കിയതാണ്. എന്താ ഇതാണ് സ്റ്റോർ റൂം ചേർന്ന് വരണം. എന്നിട്ട് ഫർണസ്, ഒരു ബ്ലാസ്റ്റ് ഫർണസ്, ഒരു സ്മോക്കർ, 2 ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇത് നമ്മുടെ വേറെ സംഭവം. അമ്മേ ഗൈസ്, ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എനിക്കൊന്ന് കമൻറ്റ് ഇടുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്കൗണ്ട് ലിങ്ക് അയക്കാം. പിന്നെ അതിൽ കൂടെ ഞാൻ ബാക്കി പറയാം. ഇപ്പോൾ ചേരാൻ താല്പര്യമുള്ളവർ ഡിസ്കൗണ്ടിലൊന്ന് പറയാം. അപ്പോൾ നമുക്കിത് ചേരാം. ഇതാണ് ജാസ് അണ്ണൻ. ഇതെന്താ എഴുതി വെച്ചിരിക്കുന്നത്? FRM സോഫ് ജാസ്നി 2 എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഗൈസ് എൻ്റെ നോക്കിക്കോട്ടാ, ലോഡ് വിസാർഡ് ബേസ്. വാ, ഏതാലേ ഇതേതാ പൊട്ടാൻ? നോട്ട്സ് FFX, ഇതൊക്കെ ന്യൂ പ്ലേയേഴ്സ് തോന്നുന്നു കേട്ടോ. ഇത് നമ്മൾ സ്റ്റഡി, നമ്മളിപ്പോൾ ഇത് ബേസ് പണിയാൻ പോവാണ്. അവൻ്റെ ഫോൺ കടന്നു, പിന്നെ ബാക്കി നിർത്തി വെച്ചിട്ട് പോയതാണ്. ഇത് അവൻ്റെ തന്നെ വേറെന്തോ പെട്ടിക്കോണം, മൊത്തം പെട്ടിക്കോണം ഉണ്ടാക്കുന്നത്. ശേ ഗൈസ്, ഇത് എൻ്റെ ടീമേറ്റ് നമ്മുടെ ഇവൻ, നമ്മുടെ കഴിഞ്ഞ വേറെ സെർവർ ഉണ്ടായിരുന്നു ബൂസ്റ്റ് SMB, അതിലത്തെ മറ്റവൻ തന്നെ സ്റ്റീവ് കവ്. നമ്മുടെ കൗവണ്ണൻ്റെ ബേസ് ഉണ്ടാക്കാനുള്ളതാണ്. ബേസ് അല്ല, അവൻ്റെ ഒരു തൽക്കാലം സ്റ്റോർ ഉണ്ടാക്കാൻ. ഞങ്ങൾ രണ്ടുപേരും ടീം. അപ്പോൾ ഞങ്ങൾ ഒരു മെഗാ ബേസ് ഉണ്ടാക്കാൻ വേണ്ട. അതാണ് ഞങ്ങളുടെ ഉണ്ടാക്കുന്ന സ്ഥലം. അവിടെ ഞങ്ങൾ വലിയൊരു വീട് കിട്ടും. ഇപ്പോൾ തൽക്കാലം വയ്ക്കുന്ന സ്ഥലം ഗൈസ്. പിന്നെ ഇവിടെ ഒരു മോബ് ഫാം ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ്. ഇതിലൊരു മോബ് ഫാം. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ മറ്റേ സാധനം, വില്ലേജർ ബ്രീഡ് വരില്ലേ, ആ സാധനം ഉണ്ടാക്കാനുള്ള സാധനമാണത്. വില്ലേജ് ബ്രീഡ്, ഇത് ഞാനും എൻ്റെ ടീമേറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്താ ഗൈസ്, വില്ലേജ് ബ്രീഡിന് ഷിറ്റ്. ഞാൻ നല്ല ന്യൂബാണ് കേട്ടോ, അത് വേറെ വിഷയം. ഐ എം ബിഗ് ന്യൂബ് ഗൈസ്. ഇത് നമ്മൾ വില്ലേജർ, എന്താ പറയുക, നോ എൻട്രി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നോ എൻട്രി 1 വില്ലേജർ 4 ഡയ്യ. ഇതാ നമ്മുടെ വില്ലേജ് കുട്ടന്മാർ. അവന്മാരുടെയൊക്കെ എടുക്കണം. ഇനി അയൺ ഫാം ഉണ്ടാക്കണം, ടോട്ടൺ ഫാം ഉണ്ടാക്കണം, കുറേ പണിയുണ്ട് ഗൈസ്. ബേസ് നിങ്ങൾ ബാക്കി സംഭവം വെച്ചാൽ കേട്ടോ. ഇവിടെ നമ്മുടെ മിന്നലണ്ണൻ്റെ ബേസൊക്കെ ഉണ്ട്. മിന്നൽ പറഞ്ഞാൽ നമ്മുടെ മാസ്കി അണ്ണൻ്റെ ഗൈസ്. ആ കാണുന്ന ഒരു പെട്ടിക്കോണം വീട് കണ്ടോ, നേരെ കാണുന്നത്, അത് നമ്മുടെ മാസ്കി അണ്ണൻ്റെ വീട്. ഇതവൻ്റെ ഇവൻ്റെ വീട്, അവൻ്റെ ടീമേറ്റിൻ്റെ. ഗൈസ് അവൻ്റെ കുതിരയാണ്, ഡയമണ്ട് ആർമറും ഗോൾഡ് ആർമറും. ചക്ക മാസാണ്, പക്ഷെ കളിക്കാറിയില്ല ഗൈസ്. നമ്മൾ സ്പോണാണ് കേട്ടോ. ഇതവിടെ നമ്മുടെ എല്ലാവർക്കും മീൻ പിടിക്കാനുള്ള ഏരിയ. ഈ ക്രീപ്പറിനെ കൊണ്ട് ഭയങ്കര ശല്യം ഗൈസ്. ഞങ്ങൾ എങ്ങനെയൊക്കെയോ പണിത് പണിത് വയ്ക്കണം, അപ്പം വന്ന് പൊട്ടും പണ്ടാരം. ഇത് മൊത്തം ശരിയാക്കണം. നിങ്ങളുടെ എല്ലാവിടെയും ക്രീപ്പറാണ്. നോക്ക്, അതായത് ഞങ്ങളുടെ മീൻ പിടിക്കുന്ന സാധനം. ഇതൊക്കെ യവന്മാരാണ് ഇതൊക്കെ കൊണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കുന്നത് ഗൈസ്. ഞാൻ പിന്നെ നമുക്ക് മൈനിങ് പോയിട്ട് ഡയമണ്ടൊക്കെ കിട്ടിയിട്ടാ. ഇത് ബോട്ട് കൊണ്ട് പോകാൻ മീൻ പിടിക്കുന്ന സ്ഥലം മേലെയാണ്. സോറി ഗൈസ്, മീൻ പിടിക്കുന്ന മേലെ നിന്നാണ്. ഇവിടെ നിന്നാണ് നമ്മൾ മീൻ പിടിക്കുക. ബേരൽ ഇവിടെ നമ്മൾ മീൻ പിടിക്കുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ്, സ്പോണിപ്പോൾ കിടിലോ വയ്ക്കുന്നുണ്ട്. പക്ഷേ സ്പോണ് നല്ലേ ഉള്ളൂ. ബാക്കി ഇവിടെ നോക്കുമ്പോൾ ക്രീപ്പർ പൊട്ടി ആകെ നശിപ്പിച്ച് ഒക്കെ ശരിയാക്കണം. കുറച്ച് ഫുഡ് കഴിക്കട്ടെ. നോക്ക്, ചില തെണ്ടികൾ കാണിച്ചിട്ട് പോകുന്ന കാര്യമാണ്. ഞങ്ങളിവിടെ ഫസ്റ്റ് സ്പോൺ ശരിയാക്കുന്നതൊക്കെ ശരിയാക്കി. ക്യാരറ്റ്, പൊട്ടറ്റോ അതൊക്കെ കഴിഞ്ഞിട്ട് അവന്മാർക്ക് വേണ്ട എടുത്ത് കഴിഞ്ഞാൽ തിരിച്ച് വെക്കേണ്ട മര്യാദ കാണിച്ചുകൂടെ. ഒരൊറ്റ തെണ്ടികൾ നേരാക്കി വെക്കില്ല. ജസ്റ്റ് നമ്മുടെ ക്യാമ്പ് ഫയർ ഏരിയ, സ്പോണ് ഒക്കെ സംബന്ധം കണ്ടതല്ലേ ഫസ്റ്റ് വീഡിയോയിൽ. ഇതൊക്കെ തന്നെ ഇവിടെ ഇങ്ങനത്തെ സംഭവമുണ്ട്. നോക്കുന്നത് എവന്മാരാണ് ഇത് ഇങ്ങനെ പരിപാടി കാണിക്കുന്നത്.
പക്ഷെ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ, അത് വേറെ വിഷയം. ശരിയാക്കണം. ഇതുണ്ട ഇതൊക്കെ ഒന്നും ശരിയായി വെക്കുന്നില്ല ഉമ്മാനൊക്കെ എന്താ പറയുന്നുണ്ട്. ഗസ് നമ്മൾ ഫസ്റ്റ് ഒരു സെർവർ പറഞ്ഞാൽ അവർ എല്ലാവരും സ്പോൺ ഇവിടെയോ അല്ലെങ്കിൽ ഇതിനടുത്ത സ്പോണോ അല്ല ആരെങ്കിലും പുതിയത് ആര് വന്നാലും അവർ വരും. ഇവിടെ ഫ്രീ ആയിട്ട് ഫുഡ് ഉണ്ട്, ഫുഡ് ഒരെണ്ണം എടുക്കുക, ഇതൊക്കെ ചെയ്യാൻ തന്നെ. നൈറ്റ് മാക്സ് കിടന്ന് ഉറങ്ങാൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഇതേപോലെ ക്രീപ്പർ പൊട്ടാൻ കുറേ പ്രശ്നമുണ്ട്. അപ്പോൾ കൈ ഇത്ര നമ്മൾ വീഡിയോ ഉള്ളൂ. സെക്കൻഡ് പാർട്ട് നമ്മളിനി ബാക്കി ഇനി മോബ് ഫാം ഉണ്ടാക്കുന്നുണ്ട്. എന്താണ് ബാക്കി നെതറിൽ പോകണം, കുറേ നെതർ ചാർമർ ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഫുൾ മൈന് പോയിട്ട് ഡയമണ്ട് ആർമർ കിട്ടിയിട്ടുണ്ട്. നെതർ പോകണം, എൻഡ് ഉണ്ട്, അങ്ങനത്തെ കുറേ പണിയുണ്ട്. നെതർ പോകണം അങ്ങനെ ഉള്ളൂ. പിന്നെ ബാക്കി പുതിയ പ്ലെയേഴ്സ് വരുമ്പോൾ അവരെ സ്വീകരിക്കുക, പിന്നെ അവർക്ക് റൂൾസ് പറഞ്ഞു കൊടുക്കുക, ഡിസ്കോഡിൽ കയറ്റുക. പിന്നെ ആർക്കാരും ഫസ്റ്റ് ഡിസ്കോഡിൽ കയറണം, അങ്ങനത്തെ ഇതിലേക്ക് കയറാൻ കഴിയുള്ള ഇതുള്ളൂ കേട്ടോ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെ ഗൈസ് പറയാൻ സാധനം നോക്ക്, എൻ്റെ വീട് ഫുള്ള് മാത്രം ബഗ് വന്നതാണ്. നോക്കിക്കോട്ടെ, കാണിച്ചു തരാം. നോക്കിക്കോ, ഈ പണ്ടായം ബ്ലോക്സ് ഇവിടെ നിൽക്കുന്നില്ല, എന്ത് പണ്ടായാലാണോ എന്തോ മാറിയിരിക്കാം. അപ്പോൾ ഹലോ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മളിപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ വരും. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇത് ഈ ഡിസ്കോഡിൽ കയറാൻ സെർവറിൽ കയറാൻ താല്പര്യമുള്ളവർ ഡിസ്കോഡിൽ ആദ്യം കയറുക കേട്ടോ. അതിൽ ഡിസ്കോഡ് കയറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറ്റിയിട്ട് ഈ ലിങ്ക് അമത്തി ഡയറക്റ്റ് ഞങ്ങളുടെ ചാനലിൽ പോകും. അതിൽ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ബാക്കി ഞങ്ങൾ അതിൽ പറഞ്ഞു തന്നോളാം. അപ്പോൾ എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്.